ഞാനിപ്പം ഇരുമ്പുപാലത്തിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴി സൈഡിൽ കണ്ടൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. മനോഹരമായൊരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ താഴേക്ക് ഈ ഒരു വഴിയുണ്ട്. ഈ ഒരു വഴിയിൽ കൂടെ പോയിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ വഴി നമുക്കൊന്ന് പോയി നോക്കാം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അതിൻ്റെ അടുത്തിട്ടുള്ള വ്യൂ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇവിടെ ഒരു ഇരുമ്പിൻ്റെ പാലത്തിലാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കിത് അതിൻ്റെ ആ വ്യൂ നല്ലതുപോലെ കാണാം. അപ്പം ഈ കാണുന്ന സൈഡിലൂടെ അങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ഈ വഴി കൂടെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പം ചെറിയൊരു വഴിയാണ്. ഇവിടെ താഴെ അതിൻ്റെ തോന്നുന്നു ഒരു തോടുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്നും ഇത് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ശക്തമായിട്ട് ഒരാൾ നമ്മളെ എതിർക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്നത്. ആളുടെ കുരയാണ് അവിടെ കാണുന്നത്. നമ്മൾ പോകുന്നതുകൊണ്ട് ആൾ സൈലൻ്റായിട്ട് അല്ല, അവിടെ നല്ല വയലൻ്റാണ്. അങ്ങനെ ഞാനിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടിവശത്തെത്തി. അടിവശത്ത് നിന്ന് കാണുന്ന വ്യൂ ആണ്. ഇതുണ്ടോ, ഇവിടുന്ന് വീഴുന്ന ഈ വെള്ളം ഇതുവഴി ഒഴുകിയിട്ടാണിത് ഈ ഒരു തോട്ടിലേക്ക് വന്ന് ചേരുന്നത്. അതിൻ്റെ കൈവഴിയാണിത്. ഇതിലേക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ വഴിയാണിത് പറയുന്നത്. ഇതിലെ നമുക്കിങ്ങനെ നടന്ന് ഇത് മുന്നോട്ടേക്ക് പോകാനായിട്ടുണ്ടോ. ഇവിടെ നല്ല മനോഹരമായിട്ട് ഇത് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മേളിലോട്ട് വരുമ്പോൾ കാഴ്ച കുറച്ച് പരിതാപകരമാണ്. അപ്പോൾ ഇതിന് മേളിലോട്ട് കയറിപ്പോകാണ്ട് വഴിയുണ്ട് കേട്ടോ. ഈ വഴി നമുക്കൊന്ന് കയറി പോയിട്ട് നോക്കാം വല്ലതും കാണാമോ എന്ന്. ഇവിടെ നിന്നെല്ലാം വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് നല്ലപോലെ കേൾക്കാം. ആൾക്കാരൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ഇതൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അധികം ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. വൈബ മുകളിലോട്ട് നോക്കിക്കേ, എന്നാ ഭംഗിയിലാ വെള്ളം വരുന്നത് നോക്കി. എന്നാ ഭംഗിയിലാ വെള്ളം വരുന്നത്. അങ്ങ് ഏറ്റവും ചോപ്പിൽ നിന്നാണ് ആ വെള്ളം താഴേക്ക് വീഴുന്നത്. ഈ സൈഡിൽ നിന്നെല്ലാം വെള്ളം വീഴുന്നുണ്ടോ. ഏറ്റവും മനോഹരമായിട്ട് വെള്ളം വീണത് ഇങ്ങനെ താഴേലേക്ക് വന്നിട്ട് ഇതുവഴിയാണ് ഇത് പിന്നത് ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ നിന്നാണ് പിന്നത് ഇങ്ങനെ താഴോട്ട് പോയി ആ നദിയിലേക്ക് പോയി ചേരുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിലോട്ടുള്ള യാത്രയാണ്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ യാത്രകളെല്ലാം കാണാൻ പറ്റും. ഇതുപോലത്തെ മനോഹരമായ വീഡിയോകൾ നമുക്ക് കാണാനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. അപ്പം ബൈ.